മലപ്പുറത്തെ കാളികാവിൽ വലിയ പ്രതിഷേധമാണ്. വനംവകുപ്പിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കടുവാ ദൗത്യത്തിൽ വനംവകുപ്പ് അലംഭാവം കാട്ടുന്നു എന്നതാണ് ഈ പ്രതിഷേധ സ്വാഭാവികമാണ്. കുറച്ച് ദിവസമായി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വനംവകുപ്പ് നടത്തുകയാണ്. പക്ഷേ സാധ്യമായ തരത്തിലെല്ലാം ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. വിഷ്ണുപ്രകാശാണ് വിവരങ്ങളുമായി. വിഷ്ണു, സന്ധ്യയ്ക്ക് വലിയ പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ ദൗത്യം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു? എത്രത്തോളം പ്രതീക്ഷയുണ്ട് വനം ഉദ്യോഗസ്ഥർക്ക്? രതീഷ്, ഇന്നിപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളടക്കം ഇതിൽ ഇടപെട്ടാണ് ഒരു രമ്യതയിൽ എത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ ശക്തമായിട്ടുള്ള ആക്ഷേപം ഇതിൽ വനം വകുപ്പ് അലംഭാവം കാണിക്കുന്നു. കഴിഞ്ഞ 2 ദിവസവും ഇന്നലെയും ഇന്നും കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനെ കണ്ടു എന്ന വിവരത്തിൽ ഇവർ വനത്തിലോട്ട് പോവുകയുണ്ടായി. എന്നാൽ ആ കടുവയെ അവർക്ക് ഡാട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇതൊരു പ്രഹസനമായി എന്നും രാവിലെ മുതൽ ഇവിടെ പരിശോധന നടത്തി എന്നും വൈകിട്ടാകുമ്പോൾ തിരിച്ചു പോകുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ ജനങ്ങൾ, ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങൾ ഉന്നയിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുന്നതിനിടയിൽ ഈ ജനങ്ങൾ അവരുടെ വാഹനം തടയുകയും അവരെ പുറത്തേക്ക് വിടാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വാക്കേറ്റവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പൊതുപ്രവർത്തകരടക്കം ഇടപെട്ട് ഇതിലൊരു രമ്യത എത്തിയിരിക്കുന്നു. റേഞ്ച് ഓഫീസറുമായി സംസാരിച്ച് ഇപ്പോൾ ഈ ഒരു പരിശോധന, സ്ഥിരമായിട്ടുള്ളൊരു പരിശോധന, രാത്രിയിലും പകലും ഒരുപോലെയുള്ള ഒരു പെട്രോളിംഗ് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അതിലൊരു പരിഹാരം കണ്ടിരിക്കുന്നത്. രാത്രിയും പകലും ഒരുപോലെ, അതായത് ഒരു സംഘം പരിശോധന പൂർത്തിയാക്കി വരുമ്പോൾ വീണ്ടും മറ്റൊരു സംഘം തുടർച്ചയായി ഇങ്ങനെ പരിശോധനകൾ നടത്തുന്ന തരത്തിലോട്ടുള്ള ഒരു ഉറപ്പ് ഈ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.